ഈ ഡിസ്ട്രാക്ഷൻസ് നിറഞ്ഞ ലോകത്ത് ആത്മീയതയും ധാർമ്മികതയും എന്ത് ചെയ്യുന്നു? ഈ ഇബാദത്ത് കൊണ്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ആത്മീയമായിട്ട് അടിത്തറയുള്ള ആളുകൾക്ക് പലപ്പോഴും ഒരു ഉത്കണ്ഠ, ആൻസൈറ്റി കുറവാണെന്ന് എന്ത് ചെയ്യുന്നുണ്ട്? പഠനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. മനുഷ്യനും ജിന്നുമല്ലാത്ത എല്ലാ സൃഷ്ടിയും എപ്പോഴും ഈ അള്ളാഹുവിനെ എന്ത് ചെയ്യുന്നുണ്ട്? ആരാധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നാം പ്രാർത്ഥനയിൽ ഏർപ്പെടുമ്പോൾ ഒരു യൂണിവേഴ്സിൻ്റെ നാച്ചുറൽ സ്റ്റേറ്റുമായിട്ട് എന്ത് ചെയ്യുന്നു? ബന്ധിപ്പിക്കുന്നു, യോജിക്കുന്നു. നമ്മൾ ഒരു കോസ്മിക് ഹാർമണിയിൽ എത്തുന്നുണ്ട്. ഈ ഉസ്താദെ, ഇസ്ലാമിലെ ജീവിതം തന്നെ എന്താണ്? ഒരു പരീക്ഷണമാണ്. അങ്ങനെയല്ലേ? ക്ഷമയും ദയ, ഭക്തി തുടങ്ങിയ ഗുണങ്ങൾ വളർത്തിയെടുക്കാനുള്ള ഒരു മഹത്തായ അവസരമാണ്. ആരാധന ആ പരീക്ഷണത്തിൻ്റെ ഭാഗമാണ്. ഇത്തരത്തിൽ മനുഷ്യൻ്റെ ക്ഷമ, ദയ, ഭക്തി ഇതൊക്കെ വളർത്തിയെടുക്കാനുള്ള ഒരു കാര്യമാണ് എന്ത്? ഇബാദത്ത്. ക്ഷമ, ദയ, ഭക്തി തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളർത്തിയെടുക്കാനുള്ള ഒരു മഹത്തായ അവസരമാണ് ഇബാദത്ത്. പക്ഷെ അത് നമ്മളെ എന്ത് ചെയ്യുന്നില്ല? ഭാരപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടല്ല. പകരം അത് ദൈനംദിന ജീവിതത്തിനെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ എക്സസൈസ് ചെയ്യുന്നത് പോലെ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, അങ്ങനെയല്ലേ? പിന്നെ അതെന്ത് ചെയ്യും? അതിൻ്റെ ഫലം പിന്നീടാണ് നമ്മളറിയുള്ളൂ. ജിമ്മിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? ആദ്യമൊക്കെ ഭയങ്കര മേലിന് വേദനയായിരിക്കും ശരീരത്തിന്. പിന്നെ അത് കഴിഞ്ഞാൽ എന്താവും? ഇത് ഉഷാറാവൂലേ? അത് തന്നെയാണിത്. അപ്പോൾ പക്ഷേ എന്ത് ചെയ്യണം? നല്ല ആരോഗ്യവാന്മാരാക്കും ആ എക്സസൈസിലൂടെ. നമുക്ക് തുടക്കത്തിൽ ബുദ്ധിമുട്ടായിരിക്കും, പിന്നീട് നല്ല ആരോഗ്യവാന്മാരാകും.